നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ, രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു പ്രീതിയും അനുഗ്രഹവും കടാക്ഷവുമെല്ലാം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ദിവസങ്ങളാണല്ലോ ഏകാദശി തിഥികൾ. ഒരു വർഷത്തിൽ 24 ഏകാദശികളാണ് വരുന്നത്. എല്ലാ ഏകാദശി വ്രതം നോൽക്കുന്നതും അതീവ പുണ്യകരമാണ്. നമ്മളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശികളായ ഗുരുവായൂർ ഏകാദശി, തൃപ്രയാർ ഏകാദശി, അതുപോലെ തന്നെ സ്വർഗവാതിൽ ഏകാദശി എന്നിവയെല്ലാം ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ആചരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് കടവല്ലൂർ ഏകാദശി. മകരമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് കടവല്ലൂർ ഏകാദശി. ഇതിനെ ഭീമ ഏകാദശി എന്നും പറയാറുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ കടവല്ലൂർ ഗ്രാമത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് അതീവ പുണ്യമായ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു വരുന്നത്. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്തിനും അതുപോലെ തന്നെ ആത്മീയമായ ഉണർവിനും വേണ്ടി കേരളത്തിൽ എല്ലായിടത്തും നിന്നും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഈ കടവല്ലൂർ ഏകാദശി നോൽക്കുന്നതിനായി അവിടെ എത്തിച്ചേരുന്നത്. ഈ മകരമാസത്തിലെ ഈ ഭീമ ഏകാദശി വ്രതം ആചരിക്കുന്നത് വളരെയധികം പുണ്യഫലപ്രദമാണ്. ഈ വർഷത്തെ കടവല്ലൂർ ഏകാദശി ജനുവരി 29 വ്യാഴാഴ്ചയാണ്. അന്നേ ദിവസം ഈ വ്രതം ആചരിക്കുന്ന എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഏകാദശി മഹോത്സവം ക്ഷേത്രത്തിന് അകത്തും പുറത്തും വൃത്തിയാക്കൽ, അതുപോലെ അലങ്കാരങ്ങൾ, അഭിഷേകങ്ങൾ, ഭജനകൾ എല്ലാം തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആത്മീയമായ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെയുള്ള വിവിധ കലാരൂപങ്ങൾ, ഭക്തിഗാനങ്ങൾ, പുഷ്പരംഗോലികൾ എന്നിവയെല്ലാം തന്നെ ആ ക്ഷേത്രത്തെയും ക്ഷേത്ര പരിസരത്തെയും വളരെ പരിശുദ്ധമാക്കുന്നു, ഭക്തി നിർഭരമാക്കുന്നു. ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ മലപ്പുറം, തൃശ്ശൂർ ജില്ലകളുടെ അതിർത്തി ഗ്രാമമാണ് കടവല്ലൂർ ഗ്രാമം. ഈ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ഹിന്ദു ക്ഷേത്രമാണ് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പാണ്ഡവന്മാരിലെ ഭീമസേനന്റെ പുത്രനായ ഘടോത്കചനാണ് എന്നാണ് വിശ്വാസം. ഇവിടെ നടക്കുന്ന കടവല്ലൂർ അന്യോന്യം എന്ന പ്രസിദ്ധമായ അവേദ പരീക്ഷ പണ്ടുകാലത്തൊക്കെ നടന്നിരുന്ന അത് എല്ലാവരും കേട്ടിരിക്കുമല്ലോ. അപ്പോൾ അതിന് നിരവധി ആളുകളാണ് അത് കാണാനും പങ്കെടുക്കാനുമായി ഇവിടെ എത്തിച്ചേരാറുള്ളത്. വൃശ്ചിക മാസത്തിലാണ് ഈ കടവല്ലൂർ അന്യോന്യം ഇവിടെ നടത്തുന്നത്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണ് എന്ന് നോക്കാം. ചതുർബാഹു സ്വരൂപമായ വിഗ്രഹത്തിൽ വിരാജിക്കുന്ന ശ്രീരാമദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ വിഗ്രഹം ദശരഥ മഹാരാജാവ് പൂജിച്ചിരുന്നതായി പറയപ്പെടുന്നു. പിന്നീട് അത് ശ്രീരാമസ്വാമിക്കും അതിനുശേഷം ലങ്കാധിപതിയായ വിഭീഷണനും കൈമാറി എന്നാണ് വിശ്വാസം. ദ്വാപര യുഗത്തിലെ ഘടോത്കചൻ വിഭീഷണനെ, അതായത് ഭീമസേനന്റെ പുത്രനായ ഘടോത്കചൻ വിഭീഷണനെ യുദ്ധത്തിന് വിളിക്കുകയുണ്ടായി. എന്നാൽ ഭക്തോത്തമനായ വിഭീഷണൻ യുദ്ധത്തിന് തയ്യാറായില്ല. പകരം അദ്ദേഹം തൻ്റെ കൈവശമുണ്ടായിരുന്ന ഈ വിഷ്ണു വിഗ്രഹത്തെ ഘടോത്കചന് സമ്മാനിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം അത് ഇന്ന് കാണുന്ന ഈ സ്ഥലം നിൽക്കുന്ന ഈ കടവല്ലൂരിൽ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ആ വിഷ്ണു വിഗ്രഹമാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷ്ഠയായി വിരാജിക്കുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ഈ സ്ഥലം ആദ്യം ഘടോത്കചപുരം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീടാണത് കടവല്ലൂർ എന്ന പേരിൽ പ്രസിദ്ധമായത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മറ്റൊരു വിഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ആ വിഗ്രഹം അദ്ദേഹം ഗുരുവായൂരിലുള്ള ഇളവള്ളി എന്ന സ്ഥലത്തും ആ വിഗ്രഹം സ്ഥാപിച്ചു. ആ വിഗ്രഹം സ്ഥാപിച്ച സ്ഥലം ഇന്ന്
മറ്റേ കടവല്ലൂർ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ഷേത്ര ചരിത്രം ഒന്ന് നോക്കാം. ഏകദേശം 5000 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന അതിസമ്പന്നനായ പാറമന നമ്പൂതിരിയുടെ ഊരാൺമയിലായിരുന്നു ഈ ക്ഷേത്രം ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് നോക്കി നടത്താൻ കഴിയാതെ വന്നപ്പോൾ അത് പിന്നീട് കൊച്ചി രാജാവാണ് ഏറ്റെടുത്തത്. അതിനുശേഷം 1949 കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ ഈ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ കീഴിലായി മാറുകയും ചെയ്തു. കേരളത്തിലെ വൈദിക സംസ്കാരത്തിൻ്റെ അവശേഷിപ്പാണ് കടവല്ലൂർ അന്യോന്യം. ഇത് വളരെ കാലം മുമ്പ് തന്നെ വളരെ ഗംഭീരമായി ആഘോഷിച്ചിരുന്ന ഒരു വൈദിക പരീക്ഷ അല്ലെങ്കിൽ പണ്ഡിതന്മാർ തമ്മിലുള്ള ഒരു തർക്ക പരീക്ഷയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. ഇതിൽ തൃശ്ശൂർ, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലുള്ള പ്രദേശവും അത് കൊച്ചി രാജാവിൻ്റെ കീഴിലും, അതുപോലെ തന്നെ തിരുനാവായ ഉൾപ്പെടുന്ന പ്രദേശം സാമൂതിരിയുടെ കീഴിലുമായിരുന്നു. ഈ സാമൂതിരിയും കൊച്ചി രാജാവും ബദ്ധ ശത്രുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വൈദിക പരീക്ഷ നടത്തിയിരുന്നത് ഒരു മത്സര പരീക്ഷയായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ഈ തിരുനാവായ അതുപോലെ തന്നെ കൊച്ചിൻ അതിൻ്റെ കീഴിലുള്ള ബ്രാഹ്മണ മഠത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുത്തിരുന്നത്. അങ്ങനെ അത് പിന്നീട് ഒരു മത്സര പരീക്ഷയായി മാറുകയുണ്ടായി. പണ്ഡിതന്മാരായ വിദ്യാർത്ഥികളൊക്കെയാണ് ഇതിൽ പങ്കെടുത്തിരുന്നത്. നമ്മുടെ വൈദിക സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ വേദങ്ങളുടെയും ഒക്കെ അറിവിൻ്റെയും എല്ലാം ഒരു ഉദാത്തമായ മാതൃകയായിരുന്നു ഈ കടവല്ലൂർ അന്യോന്യം. അത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്താറുള്ളത്. പേരുകേട്ട ഈ മഹോത്സവം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നിലയ്ക്കാണ് ഉണ്ടായത്. പിന്നീട് 1989 കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതോടുകൂടി ഇത് പുനരാരംഭിച്ചിരുന്നു. കടവല്ലൂർ ഗ്രാമത്തിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ടാണ് ക്ഷേത്ര ദർശനം. ആ പടിഞ്ഞാറേ നടയിൽ ഒരു അരയാൽ വൃക്ഷമുണ്ട്. ഈ അരയാൽ വൃക്ഷത്തിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുവിൽ വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നതായി കണക്കാക്കുന്ന ഈ പുണ്യ വൃക്ഷത്തെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെ പ്രദക്ഷിണം വയ്ക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണ് ഈ അരയാൽ എന്ന ഈ പുണ്യവൃക്ഷത്തെ കണക്കാക്കുന്നത്. അതിൻ്റെ മുൻവശത്തായി ശ്രീധർമ്മശാസ്താവിൻ്റെ, അതുപോലെ തന്നെ ഗണപതിയുടെ, ഭഗവതിയുടെയൊക്കെ 3 ശ്രീകോവിലുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ചതുർബാഹുവായ വിഗ്രഹമാണ് പ്രതിഷ്ഠ എങ്കിലും ശ്രീരാമ ദേവനായിട്ടാണ് പൂജകളെല്ലാം നടത്താറുള്ളത് എന്ന് പറഞ്ഞല്ലോ. രാവിലെ കടവല്ലൂരപ്പൻ സീതാദുഃഖത്താൽ അല്ലെങ്കിൽ സീതാവിരഹ ദുഃഖത്താൽ ദുഃഖഭാവത്തിലും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വരുണനെ കാണാനുള്ള ആ കോപഭാവത്തിലും, വൈകുന്നേരം പട്ടാഭിഷേകത്തോട് കൂടി എല്ലാ ദേവതകളാലും ആരാധിക്കപ്പെടുന്ന ഭാവത്തോടു കൂടിയാണ് കടവല്ലൂരപ്പനെ നമുക്ക് അവിടെ പോയാൽ ദർശിക്കാൻ കഴിയുന്നത്. ക്ഷേത്രത്തിന് ചതുരാകൃതിയിൽ നിർമ്മിച്ച ഇരുനില ശ്രീകോവിൽ ആണ് ഉള്ളത്. ഈ ശ്രീകോവിൽ കരിങ്കല്ലിലാണ് പണിതിട്ടുള്ളത്. ഈ കരിങ്കല്ലിൽ പണിത ഈ 2 ശ്രീകോവിലുകളും ചെമ്പോല കൊണ്ട് മേഞ്ഞിട്ടുണ്ട്. അതിന് 3 മുറികളാണുള്ളത്. അതിൻ്റെ കിഴക്കേ അറ്റത്തുള്ള ആ മുറിയിലാണ് ഈ ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 6 അടിയോളം ഉയരമുള്ളതാണ് ഈ ശ്രീരാമസ്വാമി വിഗ്രഹം അവിടെ കുടികൊള്ളുന്നത്. ശ്രീരാമ സങ്കല്പ പൂജയാണ് അവിടെ നടക്കുന്നത്. വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ ആവാഹിച്ച് കടവല്ലൂരപ്പൻ ശ്രീലകത്ത് കുടികൊള്ളുന്നതായിട്ട് നമുക്ക് ദർശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വടക്കേ വാതിൽ മാടത്തിൽ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. അത് തെക്കോട്ടാണ് ഹനുമാൻ സ്വാമിയുടെ ആ ദർശനം. ഇവിടെ വെച്ചാണ് പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യം എന്ന പരിപാടി നടത്താറുള്ളത്. ചതുർബാഹുവായ വിഗ്രഹമാണ് പ്രതിഷ്ഠ എങ്കിലും ശ്രീരാമ ദേവനായിട്ടാണ് പൂജകളെല്ലാം നടത്താറുള്ളത് എന്ന് പറഞ്ഞല്ലോ. രാവിലെ കടവല്ലൂരപ്പൻ സീതാദുഃഖത്താൽ അല്ലെങ്കിൽ സീതാവിരഹ ദുഃഖത്താൽ
ദുഃഖഭാവത്തിലും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വരുണനെ കാണാനുള്ള ആ കോപഭാവത്തിലും, വൈകുന്നേരം പട്ടാഭിഷേകത്തിൻ്റെ ആ പട്ടാഭിഷേകത്തോട് കൂടി എല്ലാ ദേവതകളാലും ആരാധിക്കപ്പെടുന്ന ഭാവത്തോടു കൂടിയാണ് കടവല്ലൂരപ്പനെ നമുക്ക് അവിടെ പോയാൽ ദർശിക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് കടവല്ലൂരപ്പൻ്റെ തിരുവുത്സവം, അതുപോലെ തന്നെ ഏകാദശി, കടവല്ലൂർ ഏകാദശി, പിന്നെ ശ്രീരാമനവമി, അതുപോലെ തന്നെ രാമായണ മാസം ആചരണം. മേടമാസത്തിലാണ് ഉത്സവം നടക്കാറ്. 10 ദിവസത്തോളം ഈ ഉത്സവം നീണ്ടു നിൽക്കാറുണ്ട്. മകരമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണല്ലോ ഇവിടെ നമ്മളെ ഭീമ ഏകാദശി അല്ലെങ്കിൽ നമ്മുടെ കടവല്ലൂർ ഏകാദശിയായി നമ്മൾ ആഘോഷിക്കാറുള്ളത്. ഈ ഭീമ ഏകാദശി എന്ന പേര് വരാനും കൂടി ഒരു കാരണമുണ്ട്. ആ ഭീമസേനന് എല്ലാ ഏകാദശിയും നോൽക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിന് വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് വ്യാസഭഗവാൻ പറഞ്ഞു കൊടുത്തതാണ് ഈ ഭീമ ഏകാദശി എന്ന് പറയുന്നത്. അതായത് നിർജ്ജല ഏകാദശിയാണ്. അന്ന് തീരെ ജലവും അതുപോലെ തന്നെ ഭക്ഷണവും ഒന്നും ഇല്ലാതെ കഠിനമായ ഒരു ഏകാദശി വ്രതമാണ്. ഈ ഏകാദശി വ്രതം ആചരിക്കുന്നത് കൊണ്ട് മറ്റു 24 ഏകാദശികൾ അല്ലെങ്കിൽ നോറ്റതിൻ്റെ ഫലം കിട്ടും എന്ന രീതിയിലാണ് ഈ കഠിനമായ ഏകാദശി ഭീമ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ കടവല്ലൂർ ഏകാദശി നമ്മൾ വ്രതം ആചരിക്കുമ്പോൾ നമുക്ക് ആത്മീയമായ ഉണർവ്, അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരം, മോക്ഷം എന്നിവ ലഭിക്കുന്നതിന് വളരെ ഉത്തമമാണ്. അപ്പോൾ എല്ലാ ഏകാദശി വ്രതം പോലെ തന്നെ 3 ദിവസങ്ങളിലായി തന്നെയാണ് നമ്മൾ ഈ ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത്. അതായത് ദശമി, ഏകാദശി, ദ്വാദശി ദിവസങ്ങളായിട്ട് ആണ് നമ്മളിത് ആചരിക്കേണ്ടത്. അതിലെ ദശമി, ദ്വാദശി ദിവസങ്ങളിൽ ഒരിക്കലൂണും, അതുപോലെ ഏകാദശി ദിവസത്തിൽ പൂർണ്ണ ഉപവാസവുമാണ് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണ ഉപവാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് അന്ന് അതുപോലെ തീർത്ഥമോ അല്ലെങ്കിൽ പഴങ്ങൾ, ഫലങ്ങൾ എന്നിവയൊക്കെ കഴിച്ച് നമുക്ക് വ്രതം ആചരിക്കാം. അപ്പോൾ നമ്മളുടെ ആത്മീയ ഉണർവും അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരവും ആത്മനിയന്ത്രണവും നമ്മൾ വളർത്തിയെടുത്ത് ആ ഭഗവാനോടൊപ്പം ഉപവസിച്ച് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതോടുകൂടി നമുക്ക് ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാന്റെ പ്രീതിയും ലഭിക്കുന്നതാണ്. അപ്പോൾ പറ്റാവുന്ന എല്ലാവരും തന്നെ അന്നേ ദിവസം കടവല്ലൂരിൽ എത്താനും ആ ശ്രീരാമസ്വാമിയെ ദർശിക്കാനും ആ ഭഗവാന്റെ അനുഗ്രഹം നേടാനും ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിന് സാധിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 3 ദിവസങ്ങളിൽ അവനവൻ്റെ വീട്ടിലിരുന്ന് നമുക്ക് നാമജപത്തോടുകൂടി ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ഭജനകളെല്ലാം നടത്തി നമുക്ക് മഹത് ഗ്രന്ഥങ്ങൾ, ഭഗവത് ഗ്രന്ഥങ്ങളെല്ലാം വായിക്കാവുന്നതാണ്. ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യാം. അന്നേ ദിവസം കടവല്ലൂരിൽ പ്രധാനമായും രാമായണ ഭാഗങ്ങൾ വായിക്കാറുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് നമുക്ക് രാമായണവും നമുക്ക് വീട്ടിലിരുന്ന് വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ കൂടെ ഉപവസിച്ച് വളരെ നല്ല രീതിയിൽ ഏകാദശി വ്രതം നോൽക്കുന്ന എല്ലാവർക്കും കടവല്ലൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവരും തന്നെ മോക്ഷപ്രാപ്തിക്ക് ഉതകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം ദ്വാദശി പാരണയോടുകൂടിയാണ് അവസാനിപ്പിക്കേണ്ടത്. അത് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഏകാദശി ദിവസം പരമാവധി നമ്മൾ എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തണം, ഭഗവാന്റെ ഭജനകൾ ചൊല്ലണം, അല്ലെങ്കിൽ ആ ഭഗവാന്റെ നാമങ്ങൾ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ മന്ത്രം നമുക്ക് 108 തവണ ജപിക്കാം. അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്നത്രയും നമുക്ക് ജപിക്കാവുന്നതാണ്. നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയെയോ ആ ഭഗവാനെയോ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉപവസിക്കുകയാണ് വേണ്ടത്. ഈ സമയം അത്രയും നമ്മൾ അന്നേ ദിവസം നമ്മുടെ മനസ്സിലുള്ളതായ ചീത്ത വിചാരങ്ങളെ എല്ലാം ഇല്ലാതാക്കി ആ ഭഗവാനെ മാത്രം ധ്യാനിച്ച് നല്ല മനസ്സോടുകൂടി ആ ഭജനകൾ ചൊല്ലാനും ഭഗവാനെ ഭജിക്കാനും നമ്മൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഏകാദശി വ്രതത്തിൻ്റെ പൂർണ്ണമായ ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഭഗവാനോടൊപ്പം ഉപവസിച്ച്
ആത്മസാക്ഷാത്കാരത്തോടുകൂടി ആത്മനിയന്ത്രണത്തോടുകൂടി ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നന്ദി, നമസ്കാരം.